കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഹെബാസ് വിഷൻ എന്ന ഈ സാക്ഷ്യ സന്ദേശ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുശാന്ത വിജയകുമാർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായം അതിന്റെ 18 വചനം ഈ പ്രകാരം പറയുന്നു: ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 1992 ജനുവരി മാസത്തിലെ ഒരു രാത്രിയിൽ എന്റെ ജീവിതത്തിൽ ഈ വചനം തികച്ചും സത്യമായി തീരുകയും ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെയുള്ള കർത്താവിന്റെ പദ്ധതിക്ക് പ്രാരംഭം കുറിക്കുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ യേശു കർത്താവിനെ എന്റെ ജീവിതത്തിന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരുന്നുവെങ്കിലും ഒരു ദൈവ പൈതലിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു മാറ്റവും അന്ന് എന്നിലുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ എന്റെ 18ാമത്തെ വയസ്സിൽ എന്റെ എക്സാമിനേഷനോടനുബന്ധിച്ച് ചില ദിവസങ്ങൾ എന്റെ ആന്റിയുടെ വീട്ടിൽ താമസിക്കുവാനിടയായി. ആ ദിവസങ്ങളിൽ എല്ലാ സന്ധ്യകളിലും എന്റെ ആന്റി തന്റെ റൂമിൽ മണിക്കൂറുകളോളം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ യേശുവിന് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ. എന്നാൽ ആ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും അവർക്കെന്തെങ്കിലും സങ്കടവും പ്രശ്നവും ഉള്ളതായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതുമില്ല. ഒരു രാത്രിയിൽ അവർ എന്നോട് ദീർഘനേരം സംസാരിച്ചു. അവർ നേരിട്ട കഷ്ടങ്ങളും മനോവ്യഥകളും ഒരിടത്തു നിന്നും ആശ്വാസം ലഭിക്കുവാൻ സാധിക്കാതെ വന്നതുമായുള്ള ജീവിത സാഹചര്യങ്ങളിൽ അവർ യേശുവിൽ അഭയം പ്രാപിച്ചിരുന്നുവെന്നും അത് മുഖാന്തരം യേശു കർത്താവിൽ നിന്ന് അവർക്ക് ലഭിച്ച സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും സൗഖ്യത്തിന്റെയും പ്രശ്നപരിഹാരങ്ങളുടെയും അത്ഭുത സാക്ഷ്യങ്ങൾ. അവർ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ആരോടും പറഞ്ഞിരുന്നില്ല. ഒരു സ്ഥലത്തും ആ ആവശ്യവുമായി പോയിട്ടുമുണ്ടായിരുന്നില്ല. പക്ഷെ അവർ തന്റെ റൂം അടച്ച് രഹസ്യത്തിൽ കാണുന്ന സ്വർഗസ്ഥ പിതാവിനോട് യേശുവിന്റെ നാമത്തിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചിരുന്നു. കർത്താവിന് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാതിരിക്കുവാൻ കഴിഞ്ഞില്ല എന്നതുപോലുള്ള ഫീലാണ് എനിക്ക് അവരുടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ തോന്നിയത്. യേശു കർത്താവ് ഒരു സങ്കടങ്ങളിലും തന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നും ഇനിയും കൈവിട്ട് കളയുമെന്നുള്ള ഒരു സംശയവും ഇല്ല എന്നും സന്തോഷത്തോടുകൂടെ അവർ എന്നോട് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അവരോട് യാത്ര പറയുവാൻ തുടങ്ങിയപ്പോൾ അവരെന്റെ കൈകളിന്മേൽ അവരുടെ കൈകൾ വച്ചു. എന്നിട്ട് പറഞ്ഞു: എനിക്ക് നിന്റെ ഒരു കഷ്ടങ്ങളിലും നിന്നെ കേൾക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ സഹായിക്കുവാനോ ഒരിക്കലും കഴിയും എന്ന് തോന്നുന്നില്ല. എന്നാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും സങ്കടങ്ങളുടെയും കഷ്ടങ്ങളുടെയും രോഗങ്ങളുടെയും മധ്യത്തിൽ നിന്നെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്. നീ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളിൽ അകപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടുവാൻ ഒരു മാർഗവും ഇല്ല എന്ന് തോന്നുന്ന ആ ദിവസം, ആ സമയം കണ്ണുനീരോടുകൂടെ യേശുവിനോട് അപേക്ഷിക്കുക. അമ്മയോട് പറയുന്നത് പോലെ നിന്റെ സങ്കടങ്ങളും ആകുലതകളും പറയുക. നിശ്ചയമായും 100% ഉറപ്പാണ്, എന്നെ വിടുവിക്കുന്ന കർത്താവായ യേശു മോളോടും കരുണ കാണിക്കും എന്നതിന് എനിക്ക് ഒരു സംശയവുമില്ല. ആയതിനാൽ ആ യേശുവിന്റെ നാമം ഇന്ന് ഞാൻ നിനക്ക് തരുന്നു. നിശ്ചയമായും സകല പ്രശ്നങ്ങളിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ യേശുവിന് മനസ്സുണ്ട് എന്നതാണ് സത്യം. അല്പവും സംശയിക്കേണ്ട. എന്റെ സാക്ഷ്യങ്ങൾ ഓർത്തിരിക്കുക. അവർ കണ്ണുനീർ തുടച്ചുകൊണ്ട് എന്നെ യാത്രയാക്കി. ആന്റി പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുവെങ്കിലും അവർ പറഞ്ഞതുപോലുള്ള കഷ്ടങ്ങളൊന്നും എനിക്ക് ആ നാളുകളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടേയിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം മാനസികമായി എന്നെ തളർത്തുന്നതായിരുന്നുവെങ്കിലും ജീവിതം ആശയറ്റതായി തീർന്നിരുന്നില്ല. ആയതിനാൽ സഭയും കുടുംബവും നിർദ്ദേശിച്ചിരുന്ന വിശ്വാസ ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെയും തന്നെ അനുഗ്രഹിച്ചിരുന്നു. ആ ദിവസങ്ങളിൽ എന്റെ ഭർത്താവിന് ഒരു അസുഖം വന്നു. ജോണ്ടിഷ് ആണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും രോഗം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ട്രീറ്റ്മെന്റുകൾ ഒന്നും ഫലപ്രദമാകുന്നുണ്ടായിരുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്റെ സങ്കടവും കണ്ണുനീരും കണ്ട് അദ്ദേഹത്തിന്റെ ആന്റി എന്നോട് ഇങ്ങനെ പറഞ്ഞു: നിന്റെ ഭർത്താവിന്റെ പപ്പയ്ക്കും പപ്പയുടെ പിതാവിനും ഈ അസുഖം തന്നെയായിരുന്നു. അതിൽ അവർ മരിച്ചു പോവുകയായിരുന്നു. അതേ അസുഖം നിന്റെ ഭർത്താവിന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ പിടിപെട്ടിരിക്കുന്നു. നിന്നെയും കുഞ്ഞിനെയും കണ്ട് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു പോയി. അദ്ദേഹത്തിന് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതായി എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് ഇത്ര അപകടകരമായതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആയതിനാൽ ഞാൻ അദ്ദേഹത്തെ വളരെ നിർബന്ധിച്ച് ഒരു പ്രയർ സെന്ററിൽ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അദ്ദേഹത്തിന്റെ അമ്മയോടൊപ്പം വളരെ കണ്ണുനീരോടുകൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് വളരെ സങ്കടത്തോടെ തന്നെ ഞങ്ങൾ ഭവനത്തിലേക്ക് തിരികെ വന്നു. അന്ന് അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ഉറങ്ങുവാൻ കഴിയാതിരുന്ന എന്നെ അദ്ദേഹം തന്റെ അടുക്കിലേക്ക് വിളിച്ച് പേനയും ഡയറിയും എടുത്തു കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയും താൻ തനിക്കുള്ള സമ്പത്തുകൾ എനിക്കും കുഞ്ഞിനുമായി എഴുതി സൈൻ ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു തുടങ്ങി. തീർത്തും ഹോപ്പ്ലെസ് ആയാണ് അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഈ കുഞ്ഞിനോടൊപ്പം ജീവിക്കുവാൻ എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുവാനും തുടങ്ങി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു:
നിങ്ങളുടെ സമ്പത്തല്ല, നിങ്ങൾ തന്നെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. വാസ്തവത്തിൽ അത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുമുള്ള സംശയരഹിതവും സത്യവുമായ ആവശ്യം തന്നെയായിരുന്നു. ആയതിനാൽ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. അപ്പോൾ എനിക്ക് എന്റെ ഹൃദയം തളരുന്നത് പോലെ വളരെ സങ്കടം തോന്നി. എന്റെ പ്രാണൻ ക്ഷീണിച്ചു പോയി. ലോകത്തോട് എനിക്ക് ഭയം തോന്നി. ഈ ലോകത്ത് ഒരാശ്രയവും ഇല്ല എന്ന് തോന്നി ആ നിമിഷങ്ങളിൽ പെട്ടെന്നാണ് ഞാൻ എന്റെ ആന്റി പറഞ്ഞ വാക്കുകൾ ഓർത്തത്. നീ എന്റെ ഈ സാക്ഷ്യങ്ങൾ ഒരിക്കലും മറക്കരുത്. നീ കഷ്ടതയുടെയും മരണത്തിന്റെയും താഴ്വരയിലൂടെയും കൂരിരുളിന്റെ അനുഭവത്തിലൂടെയും കടന്നു പോകുന്ന സമയത്ത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. നിശ്ചയമായും 100% എനിക്ക് നിന്നോട് പറയുവാൻ കഴിയും, നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും. ഈ വാക്കുകൾ ഓർമ്മ വന്നതും അവരുടെ സാക്ഷ്യങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ അറിയാതെ ചോദിച്ചു പോയി, എന്റെ ആന്റി എന്നോട് പറഞ്ഞ കർത്താവെ, അങ്ങ് എവിടെയാണ്? എനിക്കിപ്പോൾ അങ്ങേ ആവശ്യമാണ്. ഞാൻ വളരെ സങ്കടത്തോടും കൈപ്പോടും കൂടെ കരഞ്ഞു. എനിക്കും കുഞ്ഞിനുമായി എന്റെ ഭർത്താവ് പറയുന്നത് പോലുള്ള മറ്റെന്തെങ്കിലും സഹായവും പരിഹാരവും ചെയ്യേണ്ടതില്ല, മറിച്ച് ഇപ്പോൾ ഒരു സൗഖ്യം തരിക എന്ന് കർത്താവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. എന്റെ സങ്കടം മുഴുവനും ഞാൻ പറഞ്ഞു, കരുണ ചെയ്യുവാൻ പ്രാർത്ഥിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് അല്പവും ഭാരം ഇല്ലാതെയായതുപോലെ ഫീൽ ചെയ്തു തുടങ്ങി. ഞാനപ്പോൾ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങളും നന്ദിയും പറയുവാനായി തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ സ്തുതിസ്തോത്രങ്ങൾ പറയുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ദൈവത്തോട് സങ്കടം പറയുകയും സഹായിക്കുവാനായി പ്രാർത്ഥിക്കുകയും ദയക്കായി അപേക്ഷിക്കുകയുമാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് കർത്താവിനെ സ്തുതിക്കുന്നതും നന്ദി പറയുന്നതും നിർത്തുവാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. കണ്ണുകൾ തുറക്കുവാനും എനിക്ക് സമ്മതമല്ലായിരുന്നു. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി. ഞാൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. അപ്പോൾ ഞാൻ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. എഴുന്നേൽക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്ന എന്റെ ഭർത്താവ് മുട്ടിന്മേൽ നിന്ന് കർത്താവായ യേശുവിനെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ ആദ്യമായാണ് അദ്ദേഹം ഇങ്ങനെ കർത്താവിനോട് നന്ദി പറയുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അസ്വസ്ഥതകളും രോഗബന്ധനങ്ങളും കർത്താവ് സൗഖ്യമാക്കിയിരുന്നു. എങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നത് അദ്ദേഹം തന്നെ പറയേണ്ടുന്ന സാക്ഷ്യമാണ്. അത് കഴിഞ്ഞിട്ട് 30 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് എനിക്ക് പറയുവാൻ കഴിയുന്നത് ഒന്ന് മാത്രം. വാസ്തവമായി അദ്ദേഹം കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിലും മുടിയനായ പുത്രന്റെ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഏതു നിമിഷമാണോ എന്റെ കർത്താവെ എന്ന് അദ്ദേഹം വിളിക്കുന്നത് കേൾക്കുവാനായി ഒരു പിതാവിനെ പോലെ കർത്താവ് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് തോന്നിപ്പോകുന്നത് പോലെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രാർത്ഥനാ ശബ്ദത്തിൽ തന്നെ കർത്താവ് അദ്ദേഹത്തെ തൊട്ട് സൗഖ്യമാക്കി. ആമേൻ, ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ സാക്ഷ്യം അന്ധകാരത്തിലാണ്ട് കഴിഞ്ഞിരുന്ന അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ആന്റിയുടെയും എന്റെയും ഹൃദയവ്യഥയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാം. കർത്താവ് ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ആന്റി എന്നോട് കഷ്ടങ്ങളിൽ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് കൂടെയുണ്ട് എന്ന് എല്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഞാൻ എല്ലാ സ്ഥലത്തു നിന്നും എപ്പോഴും കേൾക്കുന്ന കാര്യമായതിനാൽ അപ്പോൾ തന്നെ മറന്നു പോകുമായിരുന്നു. പക്ഷെ അവിടെ അവർ പറഞ്ഞതിനപ്പുറമായിരുന്നു തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള കർത്താവിനോടുള്ള അവരുടെ കണ്ണുനീരും പ്രാർത്ഥനകളും. ഞാൻ അത് കണ്ടു, കേട്ടു. അതിൽ വലിയ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അവർ എനിക്ക് കൈമാറിയ പ്രതീക്ഷ, വിശ്വാസം ഞാൻ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ കാരണമായി. അത് ഞാനിന്ന് നിങ്ങൾക്ക് കൈമാറുന്നു. തലമുറകളിലേക്ക് കടന്നു കയറുന്ന രോഗബന്ധനങ്ങളെയും ശാപബന്ധനങ്ങളെയും കണ്ടു ഭ്രമിച്ചു നിൽക്കുവാൻ സാധ്യതയുള്ള നമ്മുടെ തലമുറകൾക്കായി അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ദീപശിഖ പോലെ യേശുവെന്ന നാമം കൈമാറുവാൻ നിങ്ങൾക്ക് വീണ്ടും കഴിയട്ടെ. അതിലൂടെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി മാറുവാൻ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. വീണ്ടും ഒരു സാക്ഷ്യവുമായി നിങ്ങളുടെ അടുക്കലോളം എത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.